നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമൂല്യ നിധിശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്ന പി നിലവറ തുറക്കണമെന്ന് സർക്കാർ പ്രതിനിധി ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടതോടെ നിധിയെ സംബന്ധിച്ച് ചർച്ചകൾ വീണ്ടും ഉയർന്നു. ക്ഷേത്രത്തിന്റെ തെക്കുപടിഞ്ഞാറ് ഭരതകോണിൽ വടക്കോട്ടും കിഴക്കോട്ടും തുറക്കുന്ന രീതിയിലാണ് AB നിലവറകളുള്ളത്. ശ്രീ പത്മനാഭസ്വാമിയുടെ ശിരസിന്റെ ഭാഗത്താണിവ. അമൂല്യ നീതിശേഖരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ നിലവറകൾ ഉൾപ്പെടെ 6 നിലവറകളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത്. അറകളിലെ സൂക്ഷിപ്പുകളുടെ കണക്ക് എടുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് 2011 ജൂണിൽ B നിലവറ ഒഴികെയുള്ളവ തുറന്നിട്ടുണ്ട്. ഒറ്റക്കൽ മണ്ഡപത്തിന്റെ 2 വശങ്ങളിലായി നിത്യപൂജയ്ക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഈ F നിലവറകൾ എന്നും തുറക്കുന്നവയാണ്. 1.5 നൂറ്റാണ്ടിലേറെയായി തുറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന അറയാണ് B നിലവറ. എങ്കിലും 1990, 2002 വർഷങ്ങളിലായി 7 തവണ ഈ നിലവറ തുറന്നെന്ന് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ നിലവറയുടെ ആദ്യത്തെ അറ മാത്രമേ തുറന്നിട്ടുള്ളൂവെന്നും അതിനുള്ളിലെ മറ്റൊരു വാതിൽ തുറന്നതായി ഓർമ്മയുള്ള ആരും ഈ തലമുറയിൽ ജീവിച്ചിരിപ്പില്ലെന്നും രാജകുടുംബാംഗങ്ങൾ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവറ 2011 തുറന്നപ്പോൾ പ്രവേശന കവാടം കഴിഞ്ഞ് വിശാലമായ ഒരു മുറിയാണ് കണ്ടത്. അവിടെ നിലത്ത് വലിയ കരിങ്കല്ലുകൾ പാകിയിരുന്നു. കല്ലുകൾ നീക്കിയപ്പോൾ താഴേക്ക് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന പടികൾ. അത് ചെന്ന് നിന്നത് ഒരാൾക്ക് കുനിഞ്ഞു മാത്രം നിൽക്കാൻ കഴിയുന്ന 3.67 മീറ്റർ നീളവും 2.27 മീറ്റർ വീതിയും 1.76 മീറ്റർ ഉയരവുമുള്ള അറയിലേക്കാണ്. ഇവിടെ 150 സെന്റിമീറ്റർ നീളവും 212 സെന്റിമീറ്റർ ഉയരവുമുള്ള സോഫ് പോലെ നിർമ്മിച്ച അറയിലാണ് നിധിശേഖരം ഉണ്ടായിരുന്നത്. അറ ഗ്രാനൈറ്റിൽ മോടി പിടിപ്പിച്ചതായിരുന്നു. ശ്വാസം കിട്ടാത്തതിനാൽ അല്പനേരം മാത്രമേ അകത്ത് നിൽക്കാനാകൂ. ഫയർഫോഴ്സ് ഇടയ്ക്കിടെ ഓക്സിജൻ പമ്പ് ചെയ്തു കൊടുത്താണ് പരിശോധന പൂർത്തിയാക്കിയത്. ദിവസങ്ങളോളം നീണ്ട പരിശോധനയിൽ 2000-ഓളം ശരപ്പൊള്ളിന് സ്വർണ്ണമാലകൾ കണ്ടെടുത്തു. ഇവയിൽ 3-4 എണ്ണത്തിന് 2.5 കിലോയോളം തൂക്കവും 18 അടി നീളവും ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ബെൽജിയം രത്നങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന രത്നങ്ങൾ ഒരു ചാക്ക് നിറയെ കണ്ടെടുത്തിരുന്നെന്നാണ് സൂചന. ലക്ഷക്കണക്കിന് രൂപ മൂല്യം വരുന്നതിന്റെ സമ്പത്തിന്റെ ഉടമയാണ് ശ്രീ പത്മനാഭസ്വാമി എന്ന് അതോടെ ലോകം തിരിച്ചറിഞ്ഞു. ഭരണസമിതി യോഗത്തിന്റെ മറ്റു അംഗങ്ങൾ ആരും പ്രതികരിച്ചില്ല. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നിർണായക ഉത്തരവാദിത്തമുള്ള ക്ഷേത്ര തന്ത്രി ഇന്നലെ യോഗത്തിൽ പങ്കെടുത്തില്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.